ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ 22ാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ആദ്യത്തെ മുഖ്യമന്ത്രി സഖാവ് EMS നമ്പൂതിരിപ്പാടാണല്ലോ. EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള 21 മുഖ്യമന്ത്രിമാരുടെ കാലം കേരളത്തിന്റെ നിയമസഭക്കകത്ത് കൃത്യമായ ചോദ്യത്തിന്, നിയമസഭാ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് 60 വർഷക്കാലം കേരളത്തിന്റെ 21 മുഖ്യമന്ത്രിമാർ ഭരിച്ച 60 വർഷക്കാലത്തിനിടയിൽ കേരളത്തിന്റെ ആകെ കടം 1.75 ലക്ഷം കോടി രൂപയാണ്. അത് സഭാരേഖയാണ്, ഞാൻ വെറുതെ പറയല്ല. എന്നാൽ 2014 ശ്രീ പിണറായി വിജയൻ ഭരിച്ചു മുതൽ 2025 വരെയുള്ള കണക്ക് RBIയുടെ റിപ്പോർട്ട് പ്രകാരം 4.3 ലക്ഷം കോടി രൂപ എന്ന് വെച്ചാൽ ഇപ്പോൾ അത് ഏകദേശം 5 ലക്ഷം കോടിയുടെ മുകളിലായിട്ടുണ്ടാവും. 60 വർഷക്കാലം കേരളത്തിന്റെ വിവിധ മുഖ്യമന്ത്രിമാർ, 21 മുഖ്യമന്ത്രിമാർ, വിവിധ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുള്ള കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന കടബാധ്യതയേക്കാൾ 2 ഇരട്ടി കടബാധ്യത 10 വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയന്റെ കാലത്തുണ്ടായി. ശരി, അതിനനുസരിച്ചുള്ള വികസനം കേരളത്തിൽ നടന്നോ? അത് മറുപടി പറയണം. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി 5 വർഷക്കാലം മാത്രം നിങ്ങൾ എടുക്ക്. വിഴിഞ്ഞം പോർട്ട് പോലത്തെ ഒരു പദ്ധതിയെ ഉമ്മൻചാണ്ടി സാറ് മുന്നോട്ട് വെച്ചു. അതുപോലെ പുതിയൊരു പദ്ധതി പിണറായി വിജയൻ മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിഞ്ഞോ? കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുന്നോട്ട് വെച്ചു. കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ പുതിയ മെട്രോ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിഞ്ഞോ? കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുന്നോട്ട് വെച്ചു. കേരളത്തിൽ മറ്റെവിടെയെങ്കിലും പുതിയൊരു എയർപോർട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധ്യമായോ? ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 36 ഞങ്ങൾ കൊണ്ടുവന്നു. 36 ഗവൺമെന്റ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗവൺമെന്റ് തലത്തിലോ എയ്ഡഡ് തലത്തിലോ കൊണ്ടുവന്നു. ഒരു പുതിയ ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നത് SK സതീഷിന് പറയാൻ കഴിയും. ഒരു പുതിയ ഗവൺമെന്റ് കോളേജ്, 2 വേണ്ട, 1 വേണ്ട, ഞങ്ങൾ പുതിയ 2 സർവകലാശാലകൾ കൊണ്ടുവന്നു. എന്നാൽ ഒരു പുതിയ സർവകലാശാല, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന 100-ൽ താഴെ മാത്രം കുട്ടികൾ പഠിക്കുന്ന ഒരു തട്ടിക്കൂട്ട് സർവകലാശാല അല്ലാതെ ഈ 10 വർഷം കൊണ്ട് ഒരു മുഖ്യധാര സർവകലാശാല കൊണ്ടുവന്നത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയോ? നമുക്കറിയാം 140 MLA കേരളത്തിലുണ്ട്. MLA ആസ്തി വികസന ഫണ്ട് 5 കോടി. അതാണ് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട നിയോജക മണ്ഡലത്തിലൊക്കെ വികസനം എന്ന് പറയുന്നത്. അത് 5 കോടി രൂപയാക്കിയത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അത് 5 കോടി 1 രൂപയായി വർദ്ധിപ്പിക്കാൻ പിണറായി വിജയന്റെ കാലത്ത് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ ഈ അവസാന തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, 5 കോടി 1 രൂപയെ വർദ്ധിപ്പിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം +2 സീറ്റ് SK സതീഷ് ഉൾപ്പെടെയുള്ള നമ്മുടെ മലബാറിലെ വലിയ പ്രശ്നമാണ്. അവസാനം അവതരിപ്പിച്ച ഒരു ബജറ്റിൽ പോലും +2 സീറ്റ് പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം ഉണ്ടായോ? ഉണ്ടായില്ല. പുതിയ സ്ഥിരം ബാച്ച് കൊടുത്തോ? കൊടുത്തില്ല. പുതിയ സ്കൂൾ അനുവദിച്ചോ? അനുവദിച്ചില്ല. അവസാനം അനുവദിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, അവസാനം ബാച്ച് കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. അപ്പൊ എന്ത് വികസനം നടത്തി എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള 21 മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ട് ഉണ്ടായ കടത്തിനേക്കാൾ ഇരട്ടിയിലധികം കടം ഉണ്ടാകുമ്പോൾ ആ കടം ജനങ്ങൾക്ക് എന്ത് ഉപകാരപ്രദമായി? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഞാനും സതീഷ് ഇവിടെ വന്നിരുന്ന് വാഗ്വാദത്തിന് വേണ്ടി ചില കണക്കുകൾ മാത്രം പറയണ്ടല്ലോ. നമുക്ക് മുമ്പിൽ രേഖകളുണ്ട്. ഇപ്പൊ SK സതീഷ് പറയാണ് ജനങ്ങൾ വളരെ കംഫർട്ടാണ്. അതാണല്ലോ ഇവരുടെ വാദം. ആണോ? ഇവിടെ ഇരിക്കുന്നവർ പരിശോധിക്കട്ടെ. നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, നിങ്ങൾ മൊബൈൽ ഫോണിൽ പരിശോധിക്ക്. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സ്റ്റേറ്റ് ഏതാ? കഴിഞ്ഞ 13 മാസമായി വിലക്കയറ്റമുള്ള സംസ്ഥാനത്തിൽ 1ാം സ്ഥാനം കേരളമാണ്. ഞങ്ങളുടെ കണക്കല്ല, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ കണക്കാണ്. ഇപ്പോ നമ്മൾ 2ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട് സജീഷ്? അതിൽ ഇന്ന് നമ്മൾ 2ാം സ്ഥാനത്താണ്. വിലക്കയറ്റത്തിൽ കഴിഞ്ഞ 13 മാസം നമ്മൾ 1ാം സ്ഥാനത്താണ്. കണക്ക് ഞങ്ങളുടേതല്ല, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റേതാണ്. പോകട്ടെ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കാലം പറഞ്ഞല്ലോ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സിന്റെ കണക്ക് പ്രകാരം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 7.4 UDFന്റെ കാലത്ത്. ഇപ്പൊ എത്രയാ? 10.3. യുവാക്കൾ ഏറ്റവും സേഫ് ആയിട്ടാണോ നിങ്ങളുടെ ഭരണത്തിലുള്ളത്? നിങ്ങൾ പറ. യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 22%. നിങ്ങളുടെ കാലത്ത് 41%. ഇവിടെ 100 ചെറുപ്പക്കാർ നിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതിൽ 78 ചെറുപ്പക്കാർക്കും ജോലി കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. അതിൽ 41% അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഞങ്ങൾ പറയുന്ന കണക്കല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിക്സിലെ കണക്കാണ്. ആ തൊഴിലായ്മയുടെ ജനങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വികസനം നടത്തിയെന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് കണ്ട സ്ക്രീനല്ല, ജനങ്ങൾ അനുഭവിച്ചതിനാണ് വോട്ട് ഉണ്ടാവുകയെങ്കിൽ നിശ്ചയം ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല.